ഹായ് ഫ്രണ്ട്സ്, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാദംബരി പറയാണ്, കല്യാണിയാണ് അവിടുത്തെ ഇൻറ്റീരിയൽ വർക്കും ഡിസൈനും ഒക്കെ ചെയ്തത്. അപ്പോൾ കല്യാണിയെ വിളിക്കാം, അതിൻ്റെ കൂടെ കിരണിനെ വിളിക്കാം. പക്ഷേ എന്ന് പറഞ്ഞാൽ എന്നെ എന്തിനാണ് വിളിച്ചതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ കല്യാണി പറയാണ്, ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാണെന്നറിയാം, അതുകൊണ്ടായിരിക്കും വരണമെന്ന് പറഞ്ഞത്. കല്യാണി അമ്മയോട് പറയാണ്, എന്തായാലും നല്ല സ്വഭാവമുള്ള കൂട്ടത്തിലാണ്. ആ അമ്മയുടെ മുഖത്തുമുണ്ട് നല്ല ഐശ്വര്യം, അല്ലേ ചേച്ചി? അതെ. പ്രകാശനും അമ്മയൊക്കെ സ്റ്റൈലായിട്ട് ഒരുങ്ങാണ്. പ്രകാശൻ്റെ പുറകിൽ വന്ന് നിന്നിട്ട് അമ്മ വിളിക്കുകയാണ്, എടാ പ്രകാശനെ കുറച്ച് സമയം നോക്കിയിട്ട് പറയണം, ഇതെന്തോന്നാ അമ്മേ, ലിപ്സ്റ്റിക് അല്ല ഇട്ടിട്ട്? എടാ നന്നായിട്ട് ഒരുങ്ങി വരണമെന്ന് പറഞ്ഞിട്ട് കാർത്തിക മോളാണ് ഇതൊക്കെ ഇവിടെ കൊണ്ട് തന്നിട്ട് പോയത്. എൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെയുണ്ട് ഷർട്ട്? എങ്ങനെയുണ്ട്? പിന്നെ അമ്മയെ കണ്ട ഇപ്പോൾ 10 വയസ്സ് കുറവുണ്ട് കേട്ടോ. സത്യം പറയാലോടാ, എനിക്കും അങ്ങനെ തോന്നി. എടാ ഈ വേഷത്തിലും ഭാവത്തിലും ഒക്കെ ഉണ്ടല്ലോ, നേരെ അങ്ങോട്ട് കയറി ചെല്ലണം, ആ കല്യാണിയുടെ വീട്ടിലോട്ട്. എന്നിട്ട് നിൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ, അവൾക്ക് മുമ്പിൽ നമ്മൾക്ക് നിൽക്കണം. അല്ല, ഇപ്പം എന്നെ കണ്ടാൽ അവളേക്കാൾ പ്രായം കുറവാന്നല്ലേ തോന്നത്തുള്ളൂ പ്രകാശന്. എൻ്റെ അമ്മയെ അവളിവിടെ കിടന്ന് ജോലി ചെയ്ത് നരകിക്കല്ലേ. എന്തായാലും വല്ലാത്തൊരു നിധി തന്നെയാണ് ദൈവം കൊണ്ട് തന്നിരിക്കുന്നത്. നിധി കാക്കുന്ന ഭൂതമാടാ കാർത്തിക മോള്. ഓ, ആ ഭൂതത്തോട് എന്ത് ചോദിച്ചാലും നമുക്ക് തരും. അപ്പോൾ പ്രകാശൻ ചിന്തിക്കുകയാണ്, നമ്മുടെ മോൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതൊക്കെ പുഷ്പം പോലെ നമ്മുടെ മോള് അവനെ ഇറക്കി കൊണ്ടുവന്നോളും. എടാ അവൻ വന്നു കഴിഞ്ഞാൽ തരികിട പരിപാടിയായിട്ട് അവനോട് നടക്കരുതെന്ന് പ്രത്യേകം പറയണം. എൻ്റെ അമ്മയെ ജയിലിൽ പോയി കണ്ട് ഞാൻ അവനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, പറയുന്നുമുണ്ട്. ഇനി അവൻ ഒരിക്കലും അങ്ങനെ നടക്കില്ല അമ്മേ. ശരിയാടാ, ഇനിയെല്ലാം നന്നായി വരും. പിന്നെ അവിടെ ഈ അച്ചാറും കിച്ചാറും ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത് വിൽക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവിടുത്തെ മേൽനോട്ടം വഹിച്ച് നിൽക്കണമെന്നാണ് മോള് പറഞ്ഞിട്ടുള്ളത്. അതിന് ശമ്പളം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞത് ഒരു 10-25,000 തരാമെന്നാ. ഓ, ഇനി തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. AC മുറിയിൽ ചുരുണ്ടുകൂടി കിടക്കാമല്ലോ നമുക്ക്. അതൊക്കെ ഒരു ഭാഗ്യമല്ലോ. അതും 3 നേരം നല്ല ഭക്ഷണവും കഴിച്ചുകൊണ്ട്, പിന്നെ മരുന്നും കുഴമ്പുമൊക്കെ വാങ്ങിച്ചു തരുന്നുമുണ്ട്. എൻ്റെ അമ്മോ, എൻ്റെ മക്കളും കൊച്ചുമക്കളും ചെയ്തു തരാത്ത ഭാഗ്യമാണേ. അതല്ലേ ആ കൊച്ചെനിക്ക് ചെയ്തു തരുന്നത്. ദീർഘായുസ്സായിരിക്കട്ടെ, സുഖമായി ജീവിക്കട്ടെ. വാ പോവാം. എടാ നിക്ക്. എന്താ അമ്മേ? എന്തോന്നാ? എന്താ? എന്നെ ഒന്ന് നോക്കടാ, എന്താണെന്ന് പറയടാ. സൂപ്പറായിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ. വാ. എടാ നമുക്കൊരു സെൽഫി പിടിച്ചാലോ? എന്തോന്ന് സെൽഫി? അതൊക്കെ പഠിച്ചല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും സെൽഫി എടുക്കുകയാണ്. സെൽഫി എങ്കിൽ സെൽഫി, കുനിഞ്ഞ് നിന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവൻ ഫോട്ടോ എടുത്ത്. പിന്നെ കാണിക്കുന്നത് താഴെ കാർത്തിക ഓമനച്ചോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർത്തിക പറയാണ്, തുള്ളിച്ചാടി സന്തോഷിച്ചുകൊണ്ടിരിക്കുക രണ്ടുപേരും. അപ്പോൾ ഓമനച്ചി പറയുന്നു, അതെ എന്നോടും അധികാരം കാണിക്കാൻ തുടങ്ങി. ഓമനച്ചി ഒന്നും പറയാതിരുന്നാൽ മതി, നമുക്ക് സംസാരിക്കാനുള്ള സമയം വരും, അന്നേരം സംസാരിച്ചാൽ മതി. രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വന്നു. കാർത്തികയുടെ അടുത്ത് വന്ന് ചിരിക്കുകയാണ്. അപ്പോൾ കാർത്തിക പറയാണ്, രണ്ടുപേരും അങ്ങ് മാറിപ്പോയല്ലോ. ഞാൻ ഒരുങ്ങിയത് കൊള്ളാമോ മോളെ? മോള് വാങ്ങിത്തന്ന സാരിയാണ് ഇത്. അപ്പോൾ കാർത്തിക പറയാണ്, നോക്കൂ ഓമനച്ചി, ഇങ്ങനെ വേണം അമ്മൂമ്മമാരായാൽ. ഇപ്പോൾ അമ്മൂമ്മയാണെന്ന് പറയുമോ? ഓമനച്ചേക്കാൾ പ്രായം കുറവാണെന്നേ പറയൂ. പിന്നെ കാർത്തിക പറയാണ്, അച്ഛനും ചെറുപ്പമായിട്ടുണ്ട്. അത് പിന്നെ ചെറുപ്പമാവണ്ടേ മോളെ, അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ, അപ്പം നമ്മൾ നമ്മളേതായ ഒരു അന്തസ്സ് കാണിക്കണ്ടേ. പിന്നെ ഉദ്ഘാടനമായിട്ട് മോളുടെ അമ്മ വരുമോ മോളെ? അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആ അമ്മയൊക്കെ വന്ന് നാട മുറിച്ചിട്ട് പോയി കളവി. അത് പിന്നെ അമ്മയ്ക്ക് അവിടെ നല്ല തിരക്കാ, അതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇടയ്ക്ക് വരും. അപ്പോൾ പ്രകാശൻ പറയാണ്, മോളുടെ അമ്മയെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുക ഞാൻ. ഞാൻ അച്ഛനെക്കുറിച്ച് നല്ലൊരു വിവരണം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനെ കാണാൻ ഒരുപാട് താല്പര്യമുണ്ട്. പിന്നെ ഇവിടെ ഇതുപോലൊരു അമ്മുമ്മയും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ, അമ്മയെ ഇങ്ങ് നാട്ടിൽ കൊണ്ടുവന്ന് നിർത്ത്. എന്തിനാ തമിഴ്നാട്ടിലൊക്കെ കിടക്കുന്നത്? അവിടെയൊന്നും കൊള്ളത്തില്ല. ഞങ്ങളും കുറച്ച് നാൾ അവിടെ താമസിച്ചതാ. അത് കേട്ടപ്പോൾ പ്രകാശനൊന്ന് ഞെട്ടി. അമ്മ പ്രകാശനെ നോക്കി ഒന്ന് ചിരിക്കുകയും ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് കാര്യം പിടികിട്ടി. പ്രകാശനൊന്ന് ഒരു മൂഡ് ഓഫ് ആയി നിന്നിട്ട്. അപ്പോൾ അതേപോലെ തന്നെ കാർത്തികയും ഓമനച്ചിയെ നോക്കുകയാണ്. അത് ശരി, അമ്മൂമ്മ തമിഴ്നാട്ടിലും താമസിച്ചിട്ടുണ്ടോ?
അല്ല, എൻ്റെ അനിയത്തി അവിടെയായിരുന്നു. അവളുടെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാൾ ഞാൻ അവിടെ നിന്നിരുന്നു. എന്തായാലും ആ നാടിനേക്കാൾ നല്ലത് നമ്മുടെ നാട് തന്നെയാണ്. അല്ല, മോളുടെ അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ മിണ്ടിയും പറഞ്ഞതൊക്കെ ഇരിക്കാൻ നമ്മളൊക്കെ ഉണ്ടല്ലോ. എന്തായാലും അമ്മയോട് പറഞ്ഞു നോക്കാം. മോളുടെ അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകത്തേയില്ല. ഞാനുമായിട്ട് ആരെടുത്താലും പിന്നെ എന്നെ വിട്ട് പിരിഞ്ഞ് പോകാനേ പറ്റത്തില്ല. അതമ്മ പറഞ്ഞത് കറക്റ്റ്. അപ്പോൾ കാർത്തിക പറയാണ്, സത്യം പറഞ്ഞാൽ ഞാനും ഇതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ചെന്നൈയിൽ പോകേണ്ടതാ. അച്ഛനും അമ്മൂമ്മയും ഇവിടെയുള്ളത് കൊണ്ടാണ് ഞാൻ പോകാത്തത്. നിങ്ങളുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് അമ്മ അവിടെ ഉണ്ടായിട്ടും പോകാനേ തോന്നുന്നില്ല. അയ്യോ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് മോളുടെ അമ്മയെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരുവാൻ. ഇവിടെ വന്ന് നിൽക്കട്ടെ, അല്ല പിന്നെ ചെന്നൈയിലേക്ക് പോകണമൊന്നുമില്ല. ഇന്ന് 5 തിരിയിട്ട് വിളക്ക് കൊളുത്തുമ്പോൾ അച്ഛനും അമ്മൂമ്മയും ഒക്കെ അതിൽ പങ്കാളികളാവണം. അതുപോലെ തന്നെ അമ്മൂമ്മ എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുകയും വേണം. ആ, പിന്നെ ഫുഡിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് ആ സെക്ഷൻ കൈകാര്യം ചെയ്യുകയും വേണം. കമ്പനിക്ക് മെച്ചം ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാ. അയ്യോ, മോളുടെ കമ്പനി നമ്മുടെ കൂടി കമ്പനിയല്ലേ. അതുപോലെ ആരെങ്കിലും കള്ളക്കളി കാണിച്ചാൽ ഞാനത് കണ്ടുപിടിച്ചോളാം. അതുപോലെ ഫുഡൊന്ന് രുചിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞാലുണ്ടല്ലോ, അതൊരൊന്നൊന്നര പറച്ചിലായിരിക്കും. അല്ല, ഞാൻ പറയുന്നതൊന്നും പാഴായി പോകത്തില്ല. മോൾ ധൈര്യമായിട്ടിരിക്കെ. നമ്മളെ ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കമ്പനിയായിരിക്കും. അല്ലേടാ പ്രകാശ? ആ, പിന്നെ അല്ലാതെ. മോളിനി നമ്മൾക്ക് ശമ്പളം തന്നില്ലെങ്കിലും മോളുടെ വളർച്ചയാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ പിന്നെ നമുക്ക് പോയാലോ? ആ ശരി. അമ്മേ മഹാമായേ കാത്തുകൊള്ളണേ. വാടാ പ്രകാശ, പോവാം. വാ അമ്മേ. അവർ പോയി കഴിഞ്ഞപ്പോൾ കാർത്തികയും ഓമനച്ചും കൂടി പരസ്പരം നോക്കിയിട്ട് ചിരിക്കുകയാണ്. അങ്ങനെ കാർത്തിക ഓഫീസിലെത്തിയിട്ട് അവിടെ ചേർലിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അമ്മയും പോയി. അപ്പോൾ അമ്മേനോട് പറയാണ്, വന്നിട്ടുണ്ട് മുൻ ഭർത്താവും അവരുടെ അമ്മായി അമ്മയും. ഭർത്താവ് എന്ന പേര് പോലും അവനെക്കുറിച്ച് പറയരുത്. അതുപോലെ തന്നെയാ ആ അമ്മായി അമ്മയും. നാട മുറിക്കേണ്ട ആളെ കൊണ്ട് മുറിപ്പിച്ച് കഴിഞ്ഞില്ലേ. ഇനിയെല്ലാം പ്രഹസനല്ലേ. 5 തിരിയിട്ട വിളക്കുണ്ട്. അതിൽ 2 തിരി കൊളുത്തുന്നത് പ്രകാശനും പ്രകാശൻ്റെ അമ്മയുമാണ്. സരസ്വതി കടാക്ഷമുള്ള ഇവിടെ ആ 2 കാലെടുത്ത് വെക്കാൻ പാടില്ലാത്തതാ. കാലെടുത്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ അമ്മേ. ഇനിയിപ്പോൾ ഓരോരോ പ്രൊഡക്ട്സിൻ്റെയും മേൽനോട്ടം കൊടുക്കാൻ പോകുന്നത് അമ്മയുടെ അമ്മായിയമ്മയ്ക്കാ. പാചകം നന്നായി അറിയാവുന്ന കൂട്ടത്തിലാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പാചകം മാത്രമല്ല, അവർക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല. അവരുടെ അമ്മ ഒരുത്തി ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടിയാ ഈ പ്രകാശൻ എന്ന് പറയുന്നവൻ്റെ മനസ്സിലേക്ക് ആത്മവിശ്വാസം കുത്തി നിറച്ചത്. പെണ്ണിനെ വെറുപ്പിക്കാൻ പഠിപ്പിച്ചത് അവരെല്ലാവരും കൂടിയാ. സാരമില്ല, അയാൾക്കതിനുള്ള തിരിച്ചടി പെണ്ണ് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. ആണിനേക്കാൾ മെച്ചം പെണ്ണാണെന്ന് അയാൾക്ക് പലതവണ ബോധ്യപ്പെട്ടതാ. എന്നാലും അത് അംഗീകരിക്കാൻ മടി. ആണും പെണ്ണും നല്ലവരാ മോളെ, അവരെ വേർതിരിക്കുന്നവരാ പ്രശ്നക്കാർ. അവിടെ സ്റ്റാഫ് വന്നിട്ട് പറയാണ്, എല്ലാം റെഡിയായിട്ടുണ്ട്, വരുന്നില്ലേ? അമ്മയ്ക്ക് വരാൻ കഴിയില്ലല്ലോ. അപ്പോൾ അയാൾ പറയാണ്, അമ്മ ദൂരെ മാറി നിന്ന് കണ്ടാൽ മതി. കാണണം, പ്രത്യേകിച്ചും ദൈവനിന്ദ കാണിക്കുന്നവരെ എനിക്ക് കാണണം. വക്കീൽ നടന്നോ? ഞാൻ പോയിട്ട് വരാം അമ്മേ. മുന്നിൽ നിന്ന് അമ്മുമ്മ പറയാണ്, ഞാൻ ഒരു കാര്യം പറയാം. തമിഴ്നാട്ടിൽ എൻ്റെ കൊച്ചിൻ്റെ കമ്പനി വളർന്ന് പന്തലിച്ച് വരിക. ഇവിടെ നിൻ്റെയൊക്കെ നോട്ടക്കുറവ് കൊണ്ടേ കമ്പനി താഴേക്ക് പോകരുത്. ഞാൻ പറഞ്ഞേക്കാം. അത് എന്നെയും എൻ്റെ മോനെയും ബാധിക്കുന്നത്. അവിടെയുള്ള കുറേ സ്റ്റാഫ് പെണ്ണുങ്ങന്മാരുണ്ട്, അവരോട് പറയാണ്, ഞങ്ങളെയാണ് എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാ. എല്ലാം കള്ളക്കൂട്ടങ്ങളാ, അതുകൊണ്ടൊരു വിരട്ടൊക്കെ നല്ലതാ. അപ്പോഴേക്കും കാർത്തികയും വക്കീലും അവിടെ എത്തി. വക്കീലിനെ കണ്ടിട്ട് അമ്മുമ്മ പ്രകാശനോട് പറയാണ്, കൂടെ വരുന്ന കരടിയെ കണ്ടോ? അവനാ ഉപദേശകൻ. ആ സ്ഥാനത്ത് നീ ഇടിച്ചു കയറിക്കോണം. അവനൊക്കെ ഓടിയാ മുറുക്കൽ. പുറത്തായി മോളെ. എന്നാൽ അച്ഛൻ തന്നെ ആദ്യത്തെ തിരി കൊളുത്തട്ടെ. അയ്യോ, ഞാൻ തിരി കൊളുത്താനോ? അമ്മ അവിടെ നിൽക്കുമ്പോൾ ഞാൻ കൊടുത്തത് ശരിയല്ല. അമ്മ കൊളുത്തിക്കോ. അതിന് കുഴപ്പമില്ല പ്രകാശ, നീ കൊളുത്തിയിട്ട് ഞാൻ കൊളുത്താം. അയ്യോ, അങ്ങനെയല്ലല്ലോ. മാതാ പിതാ ഗുരു ദൈവം എന്നല്ലേ. ഇവൻ ജനിച്ചപ്പം മുതൽ ഇങ്ങനെയാ. അമ്മ കഴിഞ്ഞേ ഉള്ളൂ ഇവൻ, വേറെ ആരും. എന്നാൽ പിന്നെ നിന്നെ ഞാൻ സങ്കടപ്പെടുത്തുന്നില്ല മോനെ, ഞാൻ കൊളുത്താം. അവർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കൊളുത്തുകയാണ്. അപ്പോൾ സൈഡായി നിന്നിട്ട് കാർത്തികയുടെ അമ്മ ഇതെല്ലാം കാണുന്നുണ്ട്. അമ്മേ മഹാമായേ, എൻ്റെ മോളെ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായി തീരണേ. അതിലൂടെ ഞാനും എൻ്റെ മോനും രക്ഷപ്പെടണം.
പ്രകാശൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മോൻ ജയിലിൽ നിന്ന് ഇറങ്ങണേ, ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണേ. അങ്ങനെ അവനും കത്തിച്ചു. അതിനുശേഷം കാർത്തികയും കത്തിച്ചു. അതിനുശേഷം വക്കീലും കത്തിക്കുകയാണ്. പ്രകാശനോട് അമ്മ പറയാണ്, അവൾ തൊഴിലാളിയല്ലേ, അവളെ കൊണ്ട് തന്നെ കത്തിപ്പിച്ചത്. പിന്നെ കാണിക്കുന്നത് മനുവിനെയും നിഷയെയാണ്. അവർ ജ്വല്ലറിയിൽ വെച്ച് ഓരോ സ്വർണ്ണങ്ങളും ഒപ്പിച്ച് നോക്കുകയാണ്. നിഷ ഒരു ബ്രേസ്ലെറ്റ് എടുത്തിട്ട് കാണിച്ചിട്ട് മനുവിനോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഇത് ആണുങ്ങളുടെ ബ്രേസ്ലെറ്റ് അല്ലേ, ഇത് റോണിയേട്ടൻ ഇഷ്ടപ്പെട്ടോ? ആ, ഇത് പുതിയ ഫാഷനാ. അപ്പം നിഷ പറയാണ്, എന്നാൽ പിന്നെ ഇത് റോണിയേട്ടൻ കയ്യിൽ കെട്ടിക്കോ. ശരി, കുഴപ്പമില്ല, പക്ഷേ പൈസ ഞാൻ കൊടുക്കും. അതിൽ എന്ത് ത്രില്ലാ ഉള്ളത്? എൻ്റെ സന്തോഷത്തിന് ഞാൻ വാങ്ങിത്തരുന്നതല്ലേ, ഞാൻ തന്നെ പൈസ കൊടുത്തോളാം. ഒരുപാട് ഓർണമെൻറ്റ്സ് എടുക്കുന്നതല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4-5 പവൻ്റെ ബ്രേസ്ലെറ്റ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല മോളൂ, പക്ഷേ എനിക്കിഷ്ടമാണ്. കല്യാണം കഴിയുന്നത് വരെ ഞാൻ വാങ്ങിത്തന്ന ബ്രേസ്ലെറ്റ് ഈ കയ്യിൽ കിടക്കുന്നത് എനിക്ക് കാണണം. ഒന്നാമത് എൻഗേജ്മെൻറ്റിൻ്റെ റിങ് എൻ്റെ കയ്യിലുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഈ ബ്രേസ്ലെറ്റ് കൂടി കിടക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? എന്നാൽ പിന്നെ ആയിക്കോട്ടെ, റോണിയേട്ടന് ഞാൻ വാങ്ങിത്തരുന്നത്. റോണിയേട്ടന് നിരാശയും വിഷമമൊക്കെ ഉണ്ടെങ്കിലും എനിക്കൊരു ബ്രേസ്ലെറ്റ് വാങ്ങിത്തന്നേ പറ്റൂ. അത് ഞാൻ തീരുമാനിച്ചതാ. ചേച്ചി, അതൊന്നെടുത്തേ. ഇതെങ്ങനെയുണ്ട് റോണിയേട്ടാ? എനിക്ക് ഈ സ്വർണ്ണത്തോടൊന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടേ സെലക്ട് ചെയ്യാനൊന്നും അങ്ങനെ അറിയത്തില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ജ്വല്ലറി ഇതല്ല, പിന്നെ റോണിയേട്ടൻ പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ വന്നത്. ഇതെനിക്ക് വിശ്വാസമുള്ള ജ്വല്ലറിയാണ്. എന്നെ മുഖപരിചയമില്ലാത്ത 2-3 ജ്വല്ലറിയേ ഉള്ളൂ ഈ നാട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ജ്വല്ലറി പറഞ്ഞത്. ഏതായാലും അമ്മയെ കൂടെ കൂട്ടായിരുന്നു. അമ്മയ്ക്കും അച്ഛനും കല്യാണം വിളികളുണ്ട്. പിന്നെ റോണിയേട്ടൻ കൂടെ ഉള്ളപ്പോൾ വരണ്ടാന്ന് അമ്മ തന്നെയാണ് തീരുമാനിച്ചേ. പിന്നെ സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യമില്ലാന്ന് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി. കൂടുതലൊന്നും വേണ്ട, കൂടുതലൊന്നും ഇല്ല, എന്നാലും എനിക്കൊരു 100-101 പവൻ തരാമെന്ന് അച്ഛനും അമ്മയും നേരത്തെ തീരുമാനിച്ചതാണ്. അത് കേട്ടപ്പോൾ റോണി ഒന്ന് ഞെട്ടി. എന്നിട്ട് അവൾ വീണ്ടും പറയാണ്, പിന്നെ എൻ്റെ ചേച്ചിയുടെ കാര്യം അറിയാലോ, അതുകൊണ്ട് അവൾക്ക് കരുതി വെച്ച കുറച്ച് സ്വർണം കൂടിയുണ്ട്, അതും കൂടി എനിക്ക് കിട്ടും. അല്ല, അതൊക്കെ ലോക്കറിൽ വെച്ചിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും കൊടുത്താൽ പോരെ മോളൂ? അതൊന്നും പറ്റില്ല. തന്നിഷ്ടത്തിന് പോയവൾ എന്തിനാ സ്വത്തും മുതലൊക്കെ ആഗ്രഹിക്കുന്നത്? അതും ശരിയാണ്. അപ്പോൾ 100-150 പവൻ കയ്യിൽ വരുമെന്ന് തോന്നുന്നു. അതനുസരിച്ചുള്ള താലിമാല കൊടുക്കണമല്ലോ. അതിനി ആരുടെന്നെങ്കിലും പണം സമ്പാദിക്കാനാണ് ബുദ്ധിമുട്ട്. ബഗാസുരനെ ഒന്ന് കുടഞ്ഞെടുക്കാം. അവിടെയാണ് അപ്പോൾ 2 പേര് വന്നത്. എന്നിട്ട് അവൾ അവനോട് ചോദിക്കുകയാണ്, അവനെ അറിയോ? സരയുവിൻ്റെ ഭർത്താവാണ്. പക്ഷേ അടുത്തിരിക്കുന്നത് സരയുമല്ലല്ലോ. അല്ല, അടുത്ത പുളിങ്കൊമ്പിൽ കയറി പിടിച്ചു എന്നാണ് തോന്നുന്നത്. മനു എന്നിട്ട് പറയാണ്, ഈശ്വര, പെട്ടല്ലോ. മോളും ഇതൊക്കെ സെലക്ട് ചെയ്തോ? എൻ്റെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡും വന്നിട്ടുണ്ട്, ഒരു മിനിറ്റേ. അവൾ ചോദിക്കുകയാണ്, എന്താ പുതിയ ഏർപ്പാട്? എൻ്റെ ഒരു ഗേൾ ഫ്രണ്ടാ, ചതിക്കരുത്. അവളുടെ വിവാഹത്തിന് സ്വർണം വേണമെന്ന് പറഞ്ഞപ്പോൾ കൂടെ പോകുന്നതാ. ഗേൾ ഫ്രണ്ടാണോ അതോ പുതിയ വൈഫാകാൻ പോകുന്ന പെണ്ണാണോ? സത്യമായിട്ടുമല്ല, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ കൈ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവൻ പറയാണ്, ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് നിന്നെ പറ്റിയിട്ട്. ഇനിയിപ്പോൾ ഷെയ്ക്കനെ തന്നിട്ട് എൻ്റെ കൈ വൃത്തികേടാക്കാൻ എനിക്ക് താല്പര്യമില്ല. നിന്നെപ്പോലുള്ളവരെ കാണുന്നതേ എനിക്ക് അറപ്പാണ്. ഉടനെ തന്നെ പർച്ചേസ് കഴിഞ്ഞു പോകും. അപ്പോൾ അവൾ പറയാണ്, വേണ്ട, ഇവിടെ തന്നെ താമസിച്ചോ. നിനക്ക് സ്വത്തും പണവും സ്വർണ്ണമൊക്കെ അല്ലേ വേണ്ടത്. രാത്രി ഇവിടെയുള്ള സ്വർണ്ണമൊക്കെ ചാക്കിലാക്കി കൊണ്ടുപോയിക്കോ. അതോടെ നിൻ്റെ അത്യാഗ്രഹം തീരുമല്ലോ. അപ്പം ശരി, എല്ലാം പറഞ്ഞ പോലെ. അവരും അപ്പുറത്തെ സീറ്റിൽ പോയിരുന്നു. എന്നിട്ട് പറയണം, അതെ, ഒരു ചെയിൻ വേണം. ഇരിക്കൂ. എന്താ എന്നെ ഒന്ന് പരിചയപ്പെടുത്താതിരുന്നേ? അവൾ ചോദിക്കണം. നിഷ, മോളിതൊക്കെ എടുക്കുന്ന തിരക്കിലല്ലേ? അവൻ അമേരിക്കക്കാരൻ പയ്യനാ. പിന്നെ പെൺകുട്ടി എൻ്റെ സുഹൃത്താ, അടുത്ത സുഹൃത്തൊന്നുമല്ല. പയ്യൻ അമേരിക്കയിലായതുകൊണ്ട് അമേരിക്കൻ മലയാളിയുടെ ഇടയിലൊരു ബന്ധം സൂക്ഷിക്കണമല്ലോ. അപ്പോൾ അവൾ പറയാണ്, അവനാ പാവം പെങ്കൊച്ചിനെ കുടുക്കിയെന്നാണ് തോന്നുന്നത്. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത് സോണി. നിനക്കിപ്പോൾ തന്നെ അവരുടെ അടുത്ത് എല്ലാം പറഞ്ഞുകൂടായിരുന്നോ? സോണിയും ഭർത്താവാണത്. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, അത് പറയേണ്ടവർ പറഞ്ഞോളൂ. അവനും ഒളിക്കണ്ണിട്ടിട്ട് സോണിയെ തന്നെ നോക്കുകയാണ്. ഇതെന്തായി തീരുവോ അതോ അറിയില്ല. നാശങ്ങൾക്ക് വരാൻ കണ്ട സമയം. മൊത്തത്തിൽ കോളമായല്ലോ. നിഷ ചോദിക്കുകയാണ്, എന്താ റോണിയേട്ടന് ഒരു വിഷമം? ഒന്നുമില്ല, പക്ഷേ അവർ വന്നതിന് ശേഷം എന്തോ ഒരു വാട്ടമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല,
ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു റിലേറ്റീവിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ആ പെൺകുട്ടിയും ഭർത്താവും താമസിക്കുന്നത്. അവരിനിയിപ്പം നമ്മളെ കല്യാണം അറിയും. അതിനെന്താ കുഴപ്പം? പറഞ്ഞില്ലേ, അവരെയൊന്നും ഞാൻ കല്യാണത്തിന് വിളിച്ചിട്ടില്ല. തുച്ഛമായ ആൾക്കാരെ മാത്രമേ ഞാൻ കല്യാണത്തിന് വിളിച്ചിട്ടുള്ളൂ. ഇനിയിപ്പം അവരെയും വിളിക്കണം. സത്യത്തിൽ അമേരിക്കയിലേക്ക് പോയ ശേഷം ബന്ധുക്കളെയെല്ലാം മറന്നു ജീവിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തിനാ അതൊക്കെ പുതുക്കുന്നേ? നമ്മൾ വന്നിട്ട് കുറേ നേരമായി. ശരി ശരി, നമുക്ക് ഉടനെ ഇറങ്ങാം, നിഷ പറയാണ്. അവരെ കണ്ടിട്ട് മനുവിന് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. അപ്പോൾ സോണിയും അവരുടെ ഭർത്താവും അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.